ഹായ് മോളു, എന്താ പേര്? നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ കുറേ പിള്ളേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്രയൊന്നറിയോ ചിത്രശലഭങ്ങൾ. എൻ്റെ പൊന്നു, ഞാനത് കണ്ടിട്ട് ഇറങ്ങിയത് കേട്ടോ. അതെ, അങ്ങ് ദൂരെ എന്തോ അനങ്ങുന്നൊരു സൗണ്ട് കേൾക്കുന്നു. മിക്കവാറും അവിടെ ആന നിൽപ്പുണ്ടാവും. അപ്പോൾ ഞാൻ നിൽക്കുന്നില്ല. അത് മൊത്തം തകർന്നു പോയി കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. NCR ട്രാവലറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ നാട്ടിൽ കടുവയും പുലി ആനയൊക്കെ ആയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാമെന്നറിയാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഇരുട്ടിലൊന്നും തനിച്ച് പോകാതിരിക്കുക. വെട്ടമൊക്കെ ആയിട്ട് പോവുക. വൈകുന്നേരങ്ങളിൽ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് പുറത്തിറങ്ങുക. ഒന്നാമത് കാടും മലമ്പ്രദേശമൊക്കെയാണ്. അപ്പം എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, അധികം പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ പോവുകയാണ്. എവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എൻ്റെ ഒപ്പം നമ്മുടെ ചങ്ങായി ഉണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും, ജെൽസ്. അപ്പോൾ ഇവനാണ് പറഞ്ഞാൽ നമുക്ക് 2-3 സ്പോട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അവനും ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ട്രാവലൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഇവൻ്റെ ഒപ്പമല്ല പോകുന്നത്, അവൻ്റെ വണ്ടിയിലാണ് പോകുന്നത്, ബുള്ളറ്റിലാണ് പോകുന്നത്. വണ്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ യൂട്യൂബ് ചാനലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ പോകാൻ പോകുന്നത് ഇത് ഇരിട്ടി തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ്. ഇത് വയനാട് സൈഡിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഈ ഇരട്ടത്തോടൊരു പാലമുണ്ട് ഇവിടെ. ആ പാലം കഴിഞ്ഞിട്ട് റൈറ്റിലേക്കൊരു വഴിയുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടയറിൻ്റെയൊക്കെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഇത് ഇരിട്ടി തലശ്ശേരി കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന റോഡാണ്. മാനന്തവാടി സൈഡിലേക്ക് പോകുന്നതാണിത്. അവിടെ നേരെ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ബോർഡ് വെച്ചിട്ടുണ്ട്, മാടത്തുംകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ആ ബോർഡ് നോക്കിയിട്ട് വന്നാൽ മതി. കാണത്തില്ല, എന്നാലും നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. കേളകം ടൗൺ കഴിഞ്ഞിട്ടാണിത്. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് കൂനമ്പിള്ള എന്നറിയപ്പെടുന്നൊരു സ്ഥലത്തേക്കാണ്. ഒത്തിരി കാഴ്ചകളുണ്ട്. അത് പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിവിടെ കയറ്റി കയറി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മുക്കവലയുണ്ട്. ഇത് നേരെ പോകുന്നത് വെള്ളൂന്നിക്ക്, അങ്ങോട്ടല്ല പോകുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പോകാം. പിന്നെയും കയറ്റം കയറി വരുമ്പോൾ ഇതുണ്ടോ, റൈറ്റിലേക്കൊരു വഴിയുണ്ട്, ലെഫ്റ്റിലൊരു കോൺക്രീറ്റ് ഇട്ട വഴിയുണ്ടോ. നമുക്ക് ഇതിലെയാണ് പോകേണ്ടത്. അങ്ങനെ ഗൈസ്, നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോവുകയാണേ. ഇതാണ് ഉണ്ടോ, ഇവിടെ തൊട്ട് കാടാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് മറിഞ്ഞ് കിടക്കുമായിരുന്നു, നമ്മളത് നോർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല കയറ്റം കയറി വന്നിട്ട് ഇത് കണ്ടോ, കുപ്പികൾ അടുക്കി വെച്ചേക്കുന്നുണ്ടോ. ഇതിവിടെയൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റ് കണ്ടോ കിടക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, എന്ത് മോശം പരിപാടിയെന്നാ. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കിടക്കുന്നത് കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ദയവേത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് ചെയ്യാതിരിക്കുക. ആരെങ്കിലും ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ ചെയ്യരുതെന്ന് പറയുക. കാരണം നമ്മുടെ ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണുള്ളത്, അല്ലേ? ഇങ്ങനെ വേസ്റ്റൊക്കെ എത്ര സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് കിടപ്പുണ്ടെന്നറിയോ. ഇവിടെ എല്ലാം കണ്ടോ കിടക്കുന്നത്. ശരിക്കും കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങും. കാരണം നമ്മൾ കാട്ടിൽ കയറി ഇതേപോലെ വൃത്തികേടൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവർ നാട്ടിലിറങ്ങി മനുഷ്യനെ ദ്രോഹിക്കും. അല്ല, ഇപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത്. പോടാ, അവൻ ക്യാമറയായിട്ട് ഇറങ്ങി കേട്ടോ. അവൻ്റെ ക്യാമറയുണ്ട്, അവനൊരു ഫോട്ടോഗ്രാഫറാണ്. പിന്നെ അവൻ ഒത്തിരി ടാലൻ്റുള്ളൊരു വ്യക്തിയാണ്. ഇത് മോശമല്ല, അത്രയും ഫേമസ് ആയിട്ടുള്ള സ്ഥലം. കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ അരിയിലെല്ലാം ചാണി നടക്കുന്നത്.
ക്യാമറയിൽ കിട്ടുന്നില്ല. എന്താ വൈബെന്നറിയാം. നല്ല തണുപ്പാട്ടോ ഇവിടെ. ചൂടെന്ന് പറയുന്ന സംഭവമില്ല. ശരിക്കും തിക്ക് ഫോറസ്റ്റ് കേട്ടോ ഇത്. ഗൈസ് നമ്മൾ കുറേ മുകളിലേക്ക് കയറി വന്നപ്പോൾ നല്ലൊരു വ്യൂ കണ്ടപ്പം അവിടെ നിർത്തിയതാണ് കേട്ടോ. എന്ത് നല്ല രസം നോക്കി കാണുന്നതാണ് പാലുകാച്ചി മല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്ത് രസം നോക്കി കാണാനായിട്ട്. ഇനി മുകളിലേക്ക് പോകാം. ടാറിങ്ങും കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞു. ഇനി കട്ട ഓഫ് റോഡിങ് കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. കുറേ കാടും കുറേ ആൾത്താമസമുള്ള സ്ഥലം. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പും. ഇനി കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെയും കാട്. അങ്ങനെയായിരിക്കും. ഗൈസ് നമുക്ക് ഇവിടെ ഒരു അംഗനവാടി കണ്ടില്ലല്ലോ. നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം. നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഓക്കെ, കൂനമ്പിള്ള കുറിച്ച കോളനി കമ്മ്യൂണിറ്റി ഹാള്. ഓക്കെ, ഹായ് മോളു, എന്താ പേര്? ഓക്കെ, പിള്ളേർ കുറവാണോ ഇവിടെ? വരുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ, സമയം 10 മണി ആയില്ല അല്ലേ? ഓക്കെ, വരുന്നേ ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ വരുന്നേ ഉള്ളൂ. വരുവരും നമുക്ക് പിള്ളേരെ കണ്ടിട്ട് വരായിരുന്നു. കുറച്ച് പിള്ളേർ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പം 10 മണി കഴിഞ്ഞിട്ട് പിള്ളേർ വരത്തുള്ളൂ. നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ കുറേ പിള്ളേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കയ്യെ കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നല്ല അടിപൊളി സീനാട്ടോ. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണും കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയിലെ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. മടുക്ക് കേട്ടോ നടക്കുമ്പോൾ. എനിക്ക് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ ചികിത്സയിൽ വീട്ടിലിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചികിത്സയിലാണ്. അപ്പോൾ ഇടയ്ക്ക് പുറത്തിറങ്ങും, വീഡിയോസ് ചെയ്യും, പിന്നെ റെസ്റ്റ് എടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ലൊക്കേഷൻ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത്. വോളിബോൾ കോർട്ടുണ്ട്. ഇവിടെ വോളിബോളിൻ്റെ ഒരു ടീം തന്നെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, കുറച്ച് കാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാട് കുറഞ്ഞു. പിന്നെ ആൾക്കാർ താമസ സ്ഥലമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ കാട്ടിലേക്ക് കയറി. ഇവിടെ ഫ്രഞ്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ്. ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു എന്നിട്ട് വേണ്ടില്ലേ ഇതെടുത്തിട്ട് അങ്ങോട്ട് യോജിപ്പിക്കും. അല്ലെങ്കിൽ ആന, ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല ഈ കാട്ടിനുള്ളിൽ. ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയില്ല, അപ്പോൾ കാട്ടിലുണ്ടാകാൻ ചാൻസ് കുറവാണ്. നല്ല തണുപ്പ് കേട്ടോ. എൻ്റെ മോനെ, AC-ന്ന് ഡയറക്റ്റ് കാറ്റ് വരുന്ന പോലെ അല്ലേ? AC ഓൺ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ പോയിരിക്കുന്ന ഒരു ഫീലിങ്. എത്രയോന്നറിയോ ചിത്രശലഭങ്ങൾ. എൻ്റെ പൊന്നു, ഞാനത് കണ്ടിട്ട് ഇറങ്ങിയത് കേട്ടോ. അതേ കുറേ ഉണ്ട്. ദേ വരുന്നു, കണ്ടോ? എൻ്റെ പൊന്നു, ശരിക്കും ഇന്നിവിടെ വന്നില്ലായിരുന്നു, ഞാൻ മിസ് ചെയ്തതന്നെ. ദേ വരുന്നു, നമ്മുടെ അടുത്തോടെ എല്ലാം വന്നിട്ട് പറന്ന് പോകുന്നുണ്ട് കേട്ടോ. അതേ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ, എണ്ണിയാൽ തീരെയല്ല. എൻ്റെ ചുറ്റും പൂമ്പാറ്റകളാണ് കേട്ടോ. ഇതുണ്ടോ, ചുറ്റും പൂമ്പാറ്റകളാണ്. ഞാനിപ്പോൾ ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ നടുക്കാൻ നിൽക്കുന്നു കേട്ടോ. അങ്ങ് ദൂരെ വരെ കാണാം ക്യാമറയിൽ, പക്ഷേ അത്ര ക്ലാരിറ്റി ഇല്ല. ഇതുണ്ടോ, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ, ഇഷ്ടം പോലെ പൂമ്പാറ്റകൾ. പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ചെറുതായിട്ട് പേടിക്കണം. ആന വല്ലതും വന്ന് ചാടുമെന്നുള്ളൊരു ചെറിയൊരു ടെൻഷനുണ്ട്. അവൻ പറഞ്ഞു ഇവിടെ എല്ലാ മൃഗങ്ങളും, ആനയൊക്കെ ഉണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ ഡേഞ്ചറസ് ആണ്. പക്ഷേ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പം അവോയ്ഡ് ചെയ്യാമെന്നല്ല, ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. ഇഷ്ടം പോലെ പൂമ്പാറ്റയുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ, നിറച്ച് പൂമ്പാറ്റയുണ്ട്. ഇത് ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല, ഇച്ചിരി ഹൈറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളുടെയൊക്കെ ഒരു ഭംഗിയുണ്ടോ, കളർഫുള്ളാട്ടോ മൊത്തത്തിൽ. ശരിക്കും മൃഗങ്ങളൊന്നും ആക്രമിക്കത്തില്ല, മൃഗങ്ങളൊന്നും നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ടെൻ്റൊക്കെ അടിച്ച് ഇതേപോലുള്ള സ്പോട്ടിൽ നമുക്ക് കഴിയായിരുന്നു. എന്തൊരു പീസ്ഫുള്ളാണെന്നറിയോ ഇവിടെ. ഗൈസ്, എന്തായാലും നിങ്ങൾ ഇതുവഴി വയനാട്ടിലേക്കോ അല്ലെ വയനാട്ടിൽ നിന്ന് തലശ്ശേരി ഇരിട്ടി ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. കാരണം അത്ര നല്ലൊരു ഫീലിംഗ് കിട്ടുന്നൊരു സ്ഥലമാണിത്. ഗൈസ്, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കും കേട്ടോ.
അവനങ്ങ് പോയി, അങ്ങാണുള്ളത്. എനിക്കിതിലൂടെ നടന്നു പോകാനാണ് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഫീലിംഗ് വല്ലാത്തൊരു ഫീലിംഗാണ്. നല്ല കൂളിംഗ് കേട്ടോ. നല്ല കൂളിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കൂളിംഗ്. നമ്മൾ എ സി നല്ല ചിൽഡായിട്ട് റൂം അടച്ചു പൂട്ടിയിരുന്നിട്ട് എ സി നല്ല ചിൽഡായിട്ട് ഇരുന്നിട്ട് ഇട്ടിട്ട് അതിനകത്ത് ഇരിക്കുകയല്ലേ, അതേപോലത്തെ ഫീലിംഗ് കേട്ടോ. ഈ പക്ഷികളുടെ സൗണ്ട് ശ്രദ്ധിച്ച് കേട്ടോണേ. കേട്ടോ, ഒരു പ്രത്യേക ഫീലിംഗ് അല്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ. ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള കാട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ മൃഗത്തിൻ്റെ കാൽപ്പാട് പോലെ തെന്നീതുള്ള എന്നാന്ന് അറിയത്തില്ല. ആനയൊക്കെ ഇതിൽ നടന്നു പോയിട്ടുണ്ടാവും കേട്ടോ. ചാൻസ് കാണുന്നുണ്ട്. ഈ വഴി കൂടെ ആന നടന്നു പോയിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതുണ്ടോ, എനിക്ക് ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് സ്ലിപ്പായ രീതിയിൽ ആന ചവിട്ടിയിട്ട് സ്ലിപ്പായ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആന പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതിലെന്തോ മൃഗങ്ങൾ പോയിട്ടുണ്ട്. വലിയ പാടല്ല, ചെറിയ പാടാണ്. കടുവ, ആനപ്പിണ്ണം കിടക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലെ മൃഗങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. എന്തോ അവിടെ നിന്നത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം നിൽക്കുന്നില്ല അവിടെ. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഓട കേട്ടോ. ഓടാന്ന് പറയും, മറ്റെന്തെങ്കിലും പറയുമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇവിടുത്തെ ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാവേ. ഞാൻ അതേ സമയം ഇവിടെ നിൽക്കുന്നില്ല. കാരണം വെച്ചാൽ എന്തോ മൃഗവില പോയിട്ടുണ്ട്. ഇത് ആന ചവിട്ടിയ പാട്. അപ്പോൾ ആന വന്നിട്ട് പോയതാണ് അവിടെ. ആന വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും. ഉണ്ട്, ഇവിടെ നിന്നിട്ട് ആന ചവിട്ടിയ പാടാണത്. അപ്പോൾ ഇത് അധിക സമയമായിട്ടില്ല വന്നിട്ട്. തൊട്ടപ്പുറം ആനപ്പിണ്ണം കിടപ്പുണ്ട്. ഞാനിവിടെ നിൽക്കുന്നില്ല. അവനധികം അകത്തേക്ക് കയറിപ്പോയിട്ടില്ല. ഒരു നമ്മൾ സീനൊക്കെ അങ്ങ് ദൂരെ എന്തോ അനങ്ങുന്നൊരു സൗണ്ട് കേൾക്കുന്നു. മിക്കവാറും അവിടെ ആന നിൽപ്പുണ്ടാവും. അപ്പോൾ ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ ആനപ്പിണ്ണം കിടപ്പുണ്ട് ഗൈസ്. ആ അരുവിയുടെ തൊട്ടടുത്തായിട്ട് എന്തൊക്കെയോ അനങ്ങുന്നുണ്ട്. ഇതൊരു വില്ലയാട്ടോ. ഉണ്ട്, ഇതിലെ മൃഗങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്തോ. ഈ ആനയൊക്കെ വന്നിട്ട് ഇതിലൂടെ പോയതായിരിക്കും. അപ്പോൾ അവിടെ ചവിട്ടി ഇറങ്ങിയ പാടൊക്കെ കാണുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ തീയിട്ട സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പൂട്ടിയിട്ടൊക്കെ കേട്ടോ. ശരിക്കും ഡു യുവർ സ്റ്റഫ് നമഹ ഉണ്ട്. ഇവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ബംഗ്ലാവാണിത്, വില്ലയാണ്. സെറനിറ്റി വില്ല, തവിഞ്ഞാൽ. ശരിക്കും എന്താണ് ഇവിടെ ഇതെല്ലാം പൂട്ടിയിട്ടേക്കും. അതുകൊണ്ട് ഇപ്പോൾ ആരോട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. മൃഗങ്ങളില്ലാണ്ട് മനുഷ്യന്മാരൊന്നും ഇവിടെ ഇല്ല. എന്തോ പൂജയോ കാര്യങ്ങളൊക്കെ നടന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ക്യാൻഡിൽസൊക്കെ കുറേ കിടപ്പുണ്ട്. ഒരു പൂജയൊക്കെ നടന്നതായിട്ട് തോന്നുന്നു. പൂജയാണോ അതെയോ ഫുഡ് ഉണ്ടാക്കിയതാണെന്ന് അറിയത്തില്ല. ഒരാളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഹനുമാൻ്റെ ചെറിയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു വില്ല പണിതത് ആളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. മുകളിൽ ഷീറ്റ് ഇട്ടേക്കുക. പക്ഷെ നല്ലൊരു വൈബായിരിക്കും കേട്ടോ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുവാണെങ്കിൽ. കാടിൻ്റെ നടുക്കായിട്ട് കിടുക കേട്ടോ. ഇവിടെയും ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ട്. അത് പക്ഷേ കുറച്ച് പഴയതാണ്, ഇന്നലത്തെ കണ്ടാന്ന് തോന്നുന്നു.
വിട്ടുപോവാം. എന്താ സംഭവം? ഓഹോ, ഇവിടുത്തെ ഗേറ്റ് ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കാതെ കടന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് കേസൊന്നും കൊടുത്തേക്കരുത്. ഞാനത് കണ്ടില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തതാണ്. ഓക്കെ, ഞാനതേ നിൽക്കുന്നില്ല, വിട്ടു പോവാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ കേട്ടോ വ്യൂ. ഇത് ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ചെറിയൊരു എന്തോ ഹാള് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൈസ്, ആ കാണുന്നത് കണ്ണൂർ ജില്ലയാണ്. ഇത് വയനാടാണ്. ഇങ്ങേ സൈഡ് കാടും ഇവിടെ കാപ്പിത്തോട്ടം. ഓ, തേയിലത്തോട്ടം ഉണ്ട്. അടിപൊളി. വയനാട്ടിലേക്ക് കയറിയപ്പോഴത്തേനും നമ്മുടെ തോട്ടം തൊഴിലാളികളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ. ഓ, ഇവിടെ ഇങ്ങനെ അടിപൊളി ഒരു സ്ഥലം. നൈസ്. അപ്പോൾ ഗൈസ്, ഇത് കണ്ടോ, തേയിലത്തോട്ടം കണ്ടോ? എന്താ രസം നോക്കിക്കേ. ഇത് സിൽവറിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പേര് സിൽവർ എന്നാണ്. പണ്ട് സുജിത് ഭക്തൻ്റെ വീഡിയോയിൽ സുജിത് ഭക്തൻ ചോദിച്ചായിരുന്നു ഈ മരത്തിന് എന്താ പറയുന്നത്. പുള്ളി കൂർഗിൽ പോയപ്പോൾ ഇതിന് സിൽവർ എന്നാണ് പറയുന്നത്. പുള്ളിക്കൊന്നും അറിയത്തില്ല. പുള്ളിയുടെ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. ഓ, അവിടെയും കാട്, ഇതിൻ്റെ പുറകിലും കാട്, ഇവിടെയും കാട്, ഇവിടെ കാപ്പിത്തോട്ടമാണ്. ഓക്കെ, കുറച്ച് പേര് ബ്ലോഗിങ് ആണ്. ഓക്കെ ഓക്കെ, കുറച്ച് പേര് ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പാവങ്ങളല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വിടാം. ഉണ്ട് ഗൈസ് ഒരു വീട്. മിക്കവാറും ഈ തൊഴിലാളികൾക്ക് താമസിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കുന്നതായിരിക്കും. ഫുഡൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇവിടെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. വേണ്ട, ഇതൊരു നല്ല വൈബായിരിക്കും അല്ലേ. താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തേയിലത്തോട്ടവും കുറച്ചിപ്പുറയായിട്ട് കാടും. ഇവിടെ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട്. വാഴ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട്. ചെറിയൊരു മൈതാനം. അപ്പോൾ അവിടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. പശുക്കളൊന്ന് പുല്ലൊക്കെ തരുന്നുണ്ട്. കാട്ടുപോത്തല്ല, അങ്ങ് പറഞ്ഞിട്ടുണ്ട്. കാട്ടുപോത്തല്ല, പശു അത്. നൈസ്. വീണ്ടും നമ്മൾ കാട്ടിലേക്ക് കിടന്നു. കുറച്ച് ചേച്ചിമാരൊക്കെ വിറക് പെറുക്കാൻ പോകുന്നതാണ് കാട്ടിൽ. ഇവിടെയുള്ള തൊഴിലാളികളായിരിക്കും. വന്നിട്ട് പോയി. ഗൈസ്, അങ്ങ് കാണുന്നുണ്ടോ ഒരു വീട് കണ്ടോ? അത് മൊത്തം തകർന്നു പോയി കേട്ടോ. മിക്കവാറും ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ഇവിടുന്ന് പോയതായിരിക്കാം. പണ്ട് ഇവിടെ ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വീട് പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. കാടിന് നടുക്കായിട്ട് കേട്ടോ. എൻ്റെ പൊന്നു മോനെ, എന്താ വൈബല്ലേ. ചുറ്റും കാട്. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ഇതുണ്ടോ, റോഡിൻ്റെ ഓപ്പോസിറ്റ് കാപ്പിത്തോട്ടം കേട്ടോ. ഇത് ഫുള്ള് ഇതിൻ്റെ ഇപ്പുറം കാട് ഉണ്ടോ. എന്താ രസം നോക്കിക്കേ. മിക്ക മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കാം. ഞാൻ താഴേക്ക് പോകുന്നില്ല, കാരണം മൊത്തം കൂറമുള്ള. ഇതിലൂടെ അങ്ങോട്ട് പോക്ക് ഇച്ചിരി റിസ്ക്കാണ്. അതുമല്ല സൈഡിൽ അരുവി പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ മൃഗങ്ങളുടെ കാൽപ്പാടൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് പിന്നെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് അവിടെ വരും. ഞാൻ അവിടെ പോകുന്ന അത്രയൊരു സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നില്ല. ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ കുറേ വള്ളികളിങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങി ഞാൻ. എന്നാലും ഇത് കണ്ടിട്ട് എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റിയില്ല. നോക്കിയേ എന്ത് രസമാണ് നോക്കിയേ. എൻ്റെ ദൈവമേ, ഇതുണ്ടോ, നോക്കി നിന്ന് പോകും കേട്ടോ. ഒരു തരം കോളാമ്പിപ്പൂ പോലെയുള്ള ഒരു തരം പൂവാണ്. ഇതേ കൂടെ ഇങ്ങനെ പടർന്ന് കയറിയേക്കുക. എന്തോരം ഉണ്ടെന്നറിയോ. താഴെ ചെറിയ അരുവി കേട്ടോ. വെള്ളം ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് ഇങ്ങനെ തഴച്ച് വളർന്നിരിക്കും. ഒരു മരം നിൽക്കുന്ന നോക്കി. ഇത് കണ്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നിയില്ല. തിരിച്ച് പോവാം. ഇച്ചിരി ഞാൻ ഉള്ളിലേക്ക് വന്നായിരുന്നു. നമുക്ക് പരിചയമില്ലാത്തടത്ത് പോയിട്ടേ ഇങ്ങനെ അറിയാൻ വയ്യാത്ത സ്ഥലത്തൊക്കെ പോകുന്നത് അത്ര സേഫ് അല്ല. നമുക്കറിയത്തില്ലല്ലോ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ കാടും മലയൊക്കെ കടന്ന് ഇതാ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൂർ, തലശ്ശേരി, ഈ ഭാഗങ്ങളിലേക്ക് പോകാം. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ വയനാട് പോകാം. അങ്ങനെ ഗൈസ്, നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ചായയൊക്കെ കഴിച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു.
ചായ കുടിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുകുല ബോട്ടാനിക്കൽ സാങ്ച്വറി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഇഷ്ടംപോലെ ഔഷധ സസ്യങ്ങളും കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഒത്തിരി ചെടികളും ഇവിടെയുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വീഡിയോ ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള, ഇന്ന് ലോകത്തിൽ തന്നെ കാണാൻ സാധ്യതയില്ലാത്ത ഒത്തിരി സസ്യങ്ങളും പായലുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം എനിക്കിതൊന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല. നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവരോട് ചോദിച്ചു, പക്ഷേ ഇവർ പെർമിഷൻ തന്നിട്ടില്ല. കാരണം ഒത്തിരി പ്രശ്നങ്ങളിവിടെ ഉണ്ടായതുകൊണ്ട് അവർ ഇപ്പം പെർമിഷൻ കൊടുക്കുന്നില്ല വീഡിയോ ചെയ്യാനായിട്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് ഇത് അനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തുമില്ല. ഞാൻ തന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒത്തിരി കാലഹരണപ്പെട്ടു പോയിട്ടുള്ള സസ്യങ്ങളും അതേപോലെ പലതരത്തിലുള്ള ചെടികളും ചെറിയ ചെറിയ മരങ്ങളും എല്ലാം ഇവിടെ കാണാൻ എനിക്ക് സാധിച്ചു. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് ഇത് വയനാട്ടിലാണ് ഇത് ഉള്ളത്, പേരിയയിലാണ് ഈ സംഭവം ഉള്ളത്. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ട്, നമ്മൾ നേരത്തെ സഞ്ചരിച്ച വനത്തിലൂടെയൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടിയൂർ വാലി റിസോർട്ടുമായിട്ട് ബന്ധപ്പെടുക. കോൺടാക്റ്റ് ഡീറ്റെയിൽ എല്ലാം ഞാൻ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ അവരിവിടെ കൊണ്ടുവരും. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്ന് കാണുക, കണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ നേരിട്ട് അറിയുക. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. സോ ഗൈസ്, അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ